ഏവർക്കും സ്നേഹ നമസ്കാരം. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ അതിപ്രശസ്തയായ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ലീല. ദിവസേന ധാരാളം രോഗികളാണ് ഡോക്ടറെ കാണുവാനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നത്. എസ്പെഷ്യലി സ്ത്രീകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു ഡോക്ടർ ലീല. ഡോക്ടർ ലീലയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗിയെ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ട് എങ്കിൽ, ഡോക്ടർ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ എല്ലാ അസുഖങ്ങളും മാറും, എല്ലാ സംഗതികളും മാറുന്ന ഒരു പരിതസ്ഥിതിയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിലെ ജോലിക്ക് ശേഷം ഡോക്ടർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ധാരാളം രോഗികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത്രമാത്രം രോഗികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ലീല. ഡോക്ടർക്ക് ഉണ്ണാനും ഉറങ്ങാനും പോലും സമയമില്ല. അതുപോലെ തൻ്റെ ജോലിയോട് അത്രമാത്രം ആത്മാർപ്പണമായ മനോഭാവം കാണിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ലീല. ധാരാളം പൈസ സമ്പാദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ. ഡോക്ടർ തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ ഡോക്ടർ കാത്ത് സൂക്ഷിച്ചിരുന്നു. ഡോക്ടറുടെ ഭർത്താവ് ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹം 54 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം വന്ന അദ്ദേഹം ഭാര്യ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മരണം എപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ 52ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി. ഡോക്ടർക്കും 3 കുട്ടികളാണുള്ളത്. 3 പേരെയും ഡോക്ടർ നന്നായി പഠിപ്പിച്ചു. പഠിത്തത്തിലൊന്നും അവരത്ര അങ്ങ് അഗ്രഗണ്യരായിരുന്നില്ല എങ്കിലും 3 പേരും പഠിച്ചു. 3 പേരും ഡോക്ടറായി മാറുകയും ചെയ്തു. 3 പേരും ഗവൺമെൻറ് സർവീസിലല്ലായിരുന്നു. 3 പേരും പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. അമ്മയുടെ പ്രശസ്തി മൂല്യം, അമ്മയുടെ ഈ ഫീൽഡിലുള്ള പരിജ്ഞാനമെല്ലാം മക്കൾ 3 പേരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ മാക്സിമം അവർ പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ് ശ്രമിച്ചിരുന്നത്. അതവർ മാക്സിമം ബിസിനസ് പരമായിട്ട് അവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതവരുടെ പ്രൊഫഷനെ അവർ കൂടുതൽ മേന്മയിലേക്ക് എത്തിക്കുകയും ചെയ്തു. തീർത്തും പക്ക ബിസിനസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഡോക്ടറുടെ 3 മക്കളും. ഡോക്ടർക്ക് അതിനോട് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന കാര്യം ശരിയാണ്, ഡോക്ടേഴ്സാണ്. പക്ഷെ നമ്മുടെ പ്രൊഫഷനോട് കൂറ് കാണിച്ചുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെയൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ രോഗികളെ പിഴിഞ്ഞ് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ടെസ്റ്റുകളൊക്കെ നൽകിയിട്ട് അങ്ങനെ പൈസ സമ്പാദിക്കുക എന്ന് പറഞ്ഞ ഒരു മെത്തേഡിനോട് ഡോക്ടർക്ക് തീർത്തും യോജിക്കുന്ന ഒരു മനോഭാവമായിരുന്നില്ല ഉണ്ടായിരുന്നത്. നമ്മളുടെ ഈ അതിപ്രശസ്തയായിട്ടുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇപ്പോൾ ആരും അറിയാത്ത രീതിയിൽ, ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ക്ഷേത്ര കവാടങ്ങളിലുള്ള ഡോക്ടർ ഒരുപക്ഷെ നിങ്ങളിൽ പലരുടെയും ഇടയ്ക്ക് ഡോക്ടറെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഡോക്ടർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഡോക്ടർ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നാമം ചൊല്ലിയിട്ട്, ദൈവനാമം ചൊല്ലി, നാരായണ നാമം ചൊല്ലി, തലയിലൂടെ ഒരു വെളുത്ത സാരിയാണ് ഡോക്ടർ ഉപയോഗിക്കുന്നത്. വെളുത്ത സാരി കൊണ്ട് മൂടിയിട്ട് അവിടെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് ഒന്നുമില്ലാതെ തീർത്തും ഒരു ഭിക്ഷാദേഹിയെ പോലെയുള്ള അവസ്ഥയിലാണ് ഡോക്ടർ ലീല ഇപ്പോൾ. അവരാ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ മനഃശാന്തിയോടുകൂടി, മനസ്വസ്ഥതയോടു കൂടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ കോടിക്കണക്കിനായ ആസ്തികളും പണവും പ്രതാപവും തൻ്റെ കൈപ്പുണ്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് അവിടെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഒരു അതിസാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവിടെ കഴിയുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് കഴിക്കും. ആരെങ്കിലും എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് അത് കുടിക്കും. ഡോക്ടർക്ക് ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ സ്ഥലത്തുനിന്ന് ഡോക്ടർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ അവിടെ നിന്ന് പഴനിയിലേക്കോ രാമേശ്വരത്തേക്കോ മൂകാംബികയിലേക്കോ അങ്ങനെ ക്ഷേത്രങ്ങൾ വഴിയൊക്കെ ഡോക്ടർ ലീല എന്ന അതിപ്രശസ്തയായിട്ടുള്ള ആ ഡോക്ടർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഗുരുവായൂർ നടയിലാണ് ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ഈ അതിപ്രശസ്തിയായിട്ടുള്ള, കേരളത്തിന് വെളിയിലും അത്രമാത്രം പ്രശസ്തിയായിട്ടുള്ള ഡോക്ടർ എല്ലാം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് എത്തപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഡോക്ടർക്ക് 3 മക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ 3 മക്കളുടെ അത്യാർത്തി കൊണ്ട് മാത്രമാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ 3 മക്കൾ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള വരുമാനം നിലച്ചു എന്നുള്ള ആ ഒരു സംഗതി കണ്ടപ്പോൾ ഒരു ഡോക്ടറെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഡോക്ടറെ വീട്ടിൽ നിന്ന് അവർ പുറന്തള്ളി എന്ന് പറയുന്നതായിരിക്കാം ശരിയായിട്ടുള്ള വസ്തുത. കാരണം
അത്തരത്തിലുള്ള ഒരു അമ്മേനെ അവർക്ക് ആവശ്യമില്ല. ആ മക്കൾക്ക് ആവശ്യമുള്ള പ്രൗഢയായിട്ടുള്ള, ഗാംഭീര്യമുള്ള, ആജ്ഞാപിക്കുന്ന, സകലരും വന്ന് ഓച്ചാനിച്ച് അവരുടെ മുന്നിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയെയാണ്, ഒരു ഡോക്ടറെയാണ്, ഒരു അമ്മയെയാണ് അവർ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു അമ്മേനെയാണ് അവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ഒന്നിനും കൊള്ളാതെ സകലോരോടും കാരുണ്യം കാണിക്കുന്ന, എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്താ പറയുക, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന, തൻ്റെ കയ്യിലുള്ള തൻ്റെ പെൻഷൻ കിട്ടുന്ന തുക കൊണ്ടുള്ള അതിനുപോലും മറ്റുള്ളവർക്ക് മരുന്നുകൾ വാങ്ങിച്ച് നൽകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു അമ്മേനെ അവർക്ക് ഒരിക്കലും ഇമാജിനേഷൻ പോലും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഡോക്ടർക്ക് പറ്റാത്ത കേസ് ആയിരുന്നു എങ്കിൽ ഡോക്ടർ അങ്ങനെയുള്ള രോഗികളെ, നിർധനരായിട്ടുള്ള രോഗികളെ ഡോക്ടർ ചികിത്സിച്ചിട്ട് അവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തൻ്റെ മക്കളുടെ ആശുപത്രിയിലേക്ക് ഡോക്ടർ പ്രിഫർ ചെയ്യുകയും അവരെ അവിടെ നിർബന്ധപൂർവ്വം അവരെ അവിടെ ചികിത്സിപ്പിക്കണമെന്ന് ഡോക്ടർ വാശി പിടിക്കുകയും ചെയ്തപ്പോഴാണ് ഡോക്ടർ അമ്മയായിട്ടുള്ള ഡോക്ടർ ലീലേനെ മക്കൾക്ക് ഒരു അധികപ്പറ്റായി തോന്നുകയും എത്രയും വേഗം ഡോക്ടറെ അവിടെ നിന്ന് പുറത്താക്കിയില്ല എങ്കിൽ തങ്ങൾ കെട്ടിപ്പടുത്തുന്ന അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയൊരു അവരുടെ ഡ്രീം പ്രോജക്റ്റ്, അവരുടെ ഡ്രീം അമ്മയായിട്ട് അത് തല്ലി തകർത്ത് കളയുകയും ഇതൊരു വെറും ധർമ്മസ്ഥാപനമായിട്ട് മാറും എന്നുള്ള ഒരു പേടി മക്കൾക്ക് വന്നതുകൊണ്ടാണ് മക്കൾ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഡോക്ടറുടെ സകല സ്വത്തുക്കളും സകല സമ്പാദ്യവും എല്ലാം എഴുതി വാങ്ങിയിട്ട് ഡോക്ടറെ വീട്ടിൽ നിന്ന് പുറന്തള്ളുവാനായിട്ട് അവർ പ്രേരിതരായത്. അതിന് അവരെ പ്രേരിപ്പിച്ചത് ഒരു പരിധിവരെ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, നമുക്ക് നല്ല ജോലിയുണ്ട്, നമുക്ക് നല്ല മാന്യതയുണ്ട്, നമുക്ക് സമൂഹത്തിൽ ഉയർച്ചയും തെളിച്ചവുമുണ്ട്, നമുക്കെല്ലാം നേടാനായിട്ട് നല്ല ജോലി ചെയ്യുന്ന സമയത്ത് നല്ല അധികാരവും അല്ലെങ്കിൽ പണക്കൊഴുപ്പും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജീവിതാന്ത്യം വരെ നമ്മൾ ആ ലെവലിലായിരിക്കുമെന്ന് പലരും എന്താ പറയുക അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന ധാരാളം പേര് നമ്മളുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊരു ഉദാഹരണം തന്നെയാണ് ഡോക്ടർ ലീല. ഒരു പ്രത്യേകത ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പരിധിക്ക് ശേഷം അവർ ധാരാളം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ആളുകളെ വളരെ ദയാവായ്പോട് കൂടിയിട്ട് കാണുവാനായി അല്ലെങ്കിൽ അവരോട് ഇടപെടുവാനായിട്ടുള്ള മനസ്സ് കാണിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഡോക്ടർ പുറത്താക്കപ്പെട്ടത്. ഒരുപക്ഷെ ഡോക്ടർ മറ്റുള്ളവരെ പോലെ തന്നെ തൻ്റെ അധികാരവും തൻ്റെ പണക്കൊഴുപ്പും തൻ്റെ സർവസ്വവും അങ്ങനെ സൂക്ഷിച്ചിരുന്നു എങ്കിൽ ഒരു പരിധിവരെ മേ ബി മക്കൾക്കൊപ്പം തന്നെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ തീർച്ചയായിട്ടും അന്തസ്സോടെ അഭിമാനത്തോടെ ഞെളിഞ്ഞ് വലിയ BMW കാറിലൊക്കെ ഇരുന്ന് ഡോക്ടർക്ക് പോകാനായിട്ട് സാധിച്ചതിന് അങ്ങനെ തീർച്ചയായിട്ടും കഴിയുകയും ചെയ്യും. അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളയാളാണ് ഡോക്ടർ ലീല. പക്ഷേങ്കിൽ അവരതിൽ നിന്നും അല്പം മാറി ചിന്തിച്ചപ്പോൾ തൻ്റേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചിന്തിച്ചപ്പോഴേക്കും അവർക്ക് ജീവിതത്തിൽ എല്ലാം തന്നെ നഷ്ടപ്പെടുകയുണ്ടായി. അവരുടെ ജീവിതത്തിലുള്ള സകല സ്വത്തുക്കളും അവരുടെ 3 മക്കളും എഴുതി വാങ്ങുകയും അവരെ വലിയ ആശുപത്രി സമുച്ചയം തന്നെ കെട്ടിപ്പൊക്കുകയും അവിടെ അവർ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ബിസിനസ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അവർക്ക് അവിടെ അമ്മ എന്നുള്ള ഒരു സംഗതി അവർക്ക് അവിടെ ഒന്നുമല്ല. അവരുടെ ബിസിനസ്സിനൊക്കെ അമ്മയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ബിസിനസ്സിലൊക്കെ ധാരാളം ദൂരെ നിൽക്കുന്ന സംഗതികളാണ്. മക്കളുടെ 3 മരുമക്കളും ഡോക്ടേഴ്സാണ്. അവരും ഈ അതേ മെൻറ്റാലിറ്റിയിൽ തന്നെ കാണുകയും അതേ മെൻറ്റാലിറ്റിയിൽ തന്നെ ചിന്തിക്കുകയും അതേ മെൻറ്റാലിറ്റി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ലീലയെ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റിനായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരെ നന്നായി ചികിത്സിക്കും, അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ ഫ്രീ ആയിട്ട് നൽകും, അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നൽകണമെന്ന് ഉണ്ട് എങ്കിൽ മക്കളുടെ ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യും, മക്കളുടെ മെഡിക്കൽ സ്റ്റോറിലേക്ക് അവർ റെഫർ ചെയ്യും, മക്കളുടെ സ്കാനിങ് സെൻറ്ററിലേക്ക് അവർ റെഫർ ചെയ്യും, മക്കളുടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അവർ റെഫർ ചെയ്യുക സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചെയ്തു കൊണ്ടിരുന്നത്. അത് ഈ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനം നിലവിൽ വന്നപ്പോഴേക്കും മക്കൾക്ക് തങ്ങളുടെ ആശുപത്രി ഒരു ധർമ്മസ്ഥാപനം, ഞാൻ പറഞ്ഞു, അത്തരത്തിലേക്കുള്ള ഒരു ഗതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും ഡോക്ടറാണ് എന്നൊന്നും കരുതിയില്ല. അവർക്ക് വേണ്ടത് എന്താണ്, അമ്മയാണ് എന്നൊന്നും അവർ കരുതിയില്ല. അവർ ഡോക്ടറെ നിർദാക്ഷിണ്യം ഡോക്ടറുടെ കയ്യിലുള്ള ഷെയറുകളും മറ്റുള്ള എല്ലാം അവർ എഴുതി വാങ്ങിയിട്ട് ഡോക്ടറുടെ കയ്യിലുള്ള സകല സ്വത്തുക്കളും എഴുതി വാങ്ങിയിട്ട് അവർ പറഞ്ഞു, അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലേക്കുള്ള ധർമ്മസ്ഥാപനം നടത്തണം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് ഏതെങ്കിലും ധർമ്മശാലയിലേക്ക് പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ഫ്രീ ആയി ചികിത്സിക്കാൻ കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥാപനം കാണുമായിരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് പോയിട്ട് അവിടെ പോയി സേവനം ചെയ്തുകൊള്ളൂ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ മക്കൾ നിർദാക്ഷിണ്യം മക്കളും മരുമക്കളും കൂടി ഡോക്ടറോട് അവരെക്കാൾ 100 മടങ്ങ് പ്രശസ്തയായിട്ടുള്ള അവരുടെ അമ്മേനെ അവർ പുറത്താക്കുകയാണ് ചെയ്തത്.
ഡോക്ടർ ആ മനോഭാവം വെച്ചിട്ട് ധാരാളം ആശുപത്രികൾ സന്ദർശിക്കുകയുണ്ടായി. പക്ഷേ അവിടെ ആർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം ഒരു ധർമ്മസ്ഥാപനമാക്കി മാറ്റുവാനായി ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥാപനവും എങ്ങും ഡോക്ടർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഡോക്ടർ ധാരാളം സങ്കോചമുണ്ടായി, സങ്കടമുണ്ടായി. ഈവൻ പല ആശ്രമങ്ങളിൽ പോലും ഡോക്ടർ ചില സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശനം നടത്തുകയും, പക്ഷേ അവിടെ എല്ലാം ഡോക്ടർക്ക് ഒരു പരിധി വരെ കാണാൻ സാധിച്ചത് തൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആകാത്തത് കൊണ്ട് ഡോക്ടർ എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവ്വസംഘ പരിത്യാഗിയായ ഒരു സന്യാസിനിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷായ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലെങ്കിൽ സദാസമയവും ഏതെങ്കിലും ആശ്രമത്തിന്റെ തൂണുകൾക്ക് മുകളിൽ ചുവട്ടിരുന്നിട്ട് ദൈവനാമം ചെയ്യുകയല്ല ഡോക്ടർ ചെയ്യുന്നത്. ഡോക്ടർ ക്ഷേത്രങ്ങളിലേക്കൊക്കെ സന്ദർശിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ ഒരു സന്ദർശനത്തിന്റെ മധ്യേ ഞാൻ ഡോക്ടറെ കാണുകയും ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ഇടവരികയും ചെയ്തു. ഒരല്പം മുൻപുള്ള സംഗതിയാണ്. ഡോക്ടറെ ഞാൻ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ ഡോക്ടർ അവിടെ ഇരുന്നിട്ട് ചമ്മരം പടഞ്ഞിരുന്ന് ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ ഉരുവിടുകയായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ച സംസാരമധ്യേ സംഭവിച്ചതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഡോക്ടർ ലീല എന്ന് പറഞ്ഞ ഈ ഡോക്ടറെ കുറിച്ച് എനിക്ക് അറിയുവാനായിട്ടും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചത്. നമ്മളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള മാതാപിതാക്കളുമുണ്ട്. മക്കള് എല്ലാം ഉണ്ടായിട്ട് കൂടി, ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ടായിട്ട് കൂടി, ധാരാളം പണവും ധാരാളം സ്വത്തും ധാരാളം പ്രൗഢിയും ധാരാളം പണക്കൊഴുപ്പും ഉണ്ടായിട്ട് കൂടിയും അതെല്ലാം അതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അമ്മമാരെ ചിലപ്പോൾ പുറന്തള്ളി എന്ന് ഇരിക്കും. അതുകൊണ്ട് ഈ വൃദ്ധരായ മാതാപിതാക്കളെ പുറന്തള്ളുവാനായിട്ട് ആളുകൾക്ക് ഒരു ഉപാധി ഇന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ അവർക്ക് കൂലിയില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് കളറില്ല, അവർ ഏണിങ്സ് ഒന്നും അവർക്ക് വരുന്നില്ല. അത് മാത്രമല്ല ഉപാധി, മറ്റ് പല ഉപാധികളും വെച്ചിട്ട് വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾക്ക് പുറന്തള്ളുവാനായിട്ട് സാധിക്കാം. ഡോക്ടറുടെ സംബന്ധിച്ചോളം ഡോക്ടർ കോടിപതിയാണ്, അത്രമാത്രം ആസ്തിയുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും സെറ്റപ്പുള്ള ഡോക്ടർ എന്തുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു ധർമ്മശാല ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ഹോസ്പിറ്റൽ നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മളുടെ സറൗണ്ടിങ്സും ഒരു പരിധിവരെ ഒരിക്കലും എന്നെയോ അല്ലെങ്കിൽ താങ്കളെയോ അതിന് അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് ഡോക്ടർ വെറുതെ ചിരിച്ചുകൊണ്ട് ഡോക്ടർ വീണ്ടും നാരായണ നാമത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ട്രാവൽ വിസുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണാൻ സാധിച്ചത് വളരെ അപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ട്രാവൽ വിസുനുവിന്റെ ഈ സത്യസന്ധമായ വസ്തുത ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഗുരുവായൂർ അല്ലെങ്കിൽ പഴനിയിൽ അല്ലെങ്കിൽ രാമേശ്വരത്ത് അല്ലെങ്കിൽ മൂകാംബിക അല്ലെങ്കിൽ വൈക്കത്ത് അല്ലെങ്കിൽ ചോറ്റാനിക്കര എവിടെയെങ്കിലും പോകുമ്പോൾ തലയിലൂടെ ഒരു വെളുത്ത തുണിയിട്ടിട്ട് ഒരു വളരെ കുറഞ്ഞ ഒരു കോട്ടൺ സാരി എടുത്ത് വളരെ കുറഞ്ഞ ഒരു റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് വളരെ സ്വാത്വികമായ രീതിയിൽ വളരെ ശാന്തമായി സംസാരിക്കുന്ന ഒരു ഡോക്ടർ അമ്മയെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചെന്നിരിക്കും. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമോ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ തുടയ്ക്കുവാനും നിങ്ങളുടെ വിയർപ്പ് ഒപ്പുവാനും നിങ്ങളുടെ പൾസ് നോക്കുവാനും ചിലപ്പോൾ ആ ഡോക്ടർ അമ്മ എവിടെയെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാൻ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുക അത് ഡോക്ടർ ലീലയാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന അതിപ്രശസ്തയായിട്ടുള്ള പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇന്ന് ഭിക്ഷാന്തേഹിയായി മക്കളാൽ പുറന്തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട ജീവിതം ഗുരുവായൂർ അമ്പലനടയിലും അതുപോലുള്ള മറ്റ് പല ക്ഷേത്രനടയിലുമായിട്ട് കഴിയുന്ന ഡോക്ടർ ലീലയ്ക്ക് എല്ലാവിധ മനസമാധാനവും സർവേശ്വരം പ്രദാനം ചെയ്തു നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മാത്രം നിർത്തുന്നു. ട്രാവൽ വിസുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.